ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിസിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഇസ് വിഷ്ണുജി രഞ്ജിത്ത്. നമുക്കിന്ന് രസകരമായ കഥയിലൂടെ ഇന്ത്യയിലെ സൈബർ നിയമങ്ങളും അത് ഏത് സെക്ഷന്റെ അണ്ടറിലാണ് വരുന്നത് എന്ന് നോക്കിയാലോ. ഫോർ എക്സാമ്പിൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സൈബർ നിയമങ്ങളെല്ലാം വരുന്നത് സെക്ഷൻ 66 ഉള്ളിലാണ്. അത് ഈ രീതിയിൽ നമുക്ക് നോക്കാം. 66 വയസ്സുള്ള ഒരു ക്രിമിനൽ അപ്പൂപ്പൻ ചെയ്ത 6 കുറ്റകൃത്യങ്ങൾ വെച്ച് നമുക്ക് പഠിക്കാം. 16 തികയാത്ത പാൽക്കാരൻ പയ്യൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ 66 തികഞ്ഞ ക്രിമിനൽ അപ്പൂപ്പൻ ചെയ്ത 6 കുറ്റകൃത്യങ്ങൾ. ഇദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ നമ്മുടെ ചാര സംഘടന ഹാക്ക് ചെയ്യുകയും അതിലൂടെ ഇദ്ദേഹം ചെയ്ത 6 കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു എന്ന് ഓർത്തോളൂ. എന്നിട്ട് അവര് ഈ 6 കുറ്റകൃത്യങ്ങളെയും ഇംഗ്ലീഷിലെ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് സെക്ഷനായിട്ട് തിരിച്ചാണ് ഇദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചത് എന്നും ഓർത്തോളൂ. ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് 6 എന്ന് പറയുമ്പോഴത്തേക്കും എ ബി സി ഡി ഇ എഫ് അല്ലേ? യെസ്, 66 66ാമത്തെ സെക്ഷൻ നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞ് എ മുതൽ എഫ് വരെയുള്ള 6 സെക്ഷനും നമ്മൾ പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്ഷൻ 65 പഠിക്കേണ്ടതുണ്ട്, 67 പഠിക്കേണ്ടതുണ്ട്, 68 പഠിക്കേണ്ടതുണ്ട്, 69 പഠിക്കേണ്ടതുണ്ട്, 70 പഠിക്കേണ്ടതുണ്ട്, 73 പഠിക്കേണ്ടതുണ്ട്, പിന്നെ 43 പഠിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ കഥയിലൂടെ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ വീഡിയോസ് റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തോളൂ. ഞങ്ങളുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെയും ജോയിൻ ചെയ്തോളൂ. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു 66 വയസ്സ് തികഞ്ഞ ക്രിമിനൽ അപ്പൂപ്പൻ ചെയ്ത 6 കുറ്റകൃത്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നതെന്ന്. അപ്പൊ ഇതാണ് ആ ക്രിമിനൽ അപ്പൂപ്പൻ എന്ന് ഓർത്തോളൂ. അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ വന്നിട്ട് ഇന്ത്യൻ ചാര സംഘടന ഹാക്ക് ചെയ്യുകയാണ്. കാരണം അദ്ദേഹം അത്രയും ഡേഞ്ചർ ആണ് എന്നോർത്തോളൂ. ഇതാണ് ചാര സംഘടനയിലെ ചാരൻ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. സെക്ഷൻ 66 എന്നാൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഹാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നൽകുന്ന ശിക്ഷയും പിഴയുമാണ്. ക്ലാസിന്റെ അവസാനം ഓരോ സെക്ഷനും എന്തൊക്കെ ശിക്ഷയാണ് വരുന്നത്, എത്ര വർഷം തടങ്കലിൽ കിടക്കേണ്ടി വരും, എന്തൊക്കെ പിഴയാണ് അടക്കേണ്ടത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ഇപ്പം ഇത്രയും ഓർത്തോളൂ. സെക്ഷൻ 66 വയസ്സുള്ള അപ്പൂപ്പന്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തു. യെസ്, ഹാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നൽകുന്ന ശിക്ഷ കമ്മിറ്റിംഗ് എനി ആക്ട് ലൈക്ക് ഹാക്കിംഗ് ഈസ് പണിഷബിൾ എന്നാണ്. എങ്കിൽ ഈ സെക്ഷൻ ഒരു മകനുണ്ട്, അത് സെക്ഷൻ 43 ആണ്. അത് നമുക്ക് വഴിയെ കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അവരങ്ങനെ ഹാക്ക് ചെയ്തതിനു ശേഷം ഇദ്ദേഹം ചെയ്ത 6 ക്രൈമുകൾ കണ്ടെത്തുകയാണ് എന്ന് ഓർത്തോളൂ. നമ്മൾ പറഞ്ഞു എ മുതൽ എഫ് വരെ. അതിലെ ആദ്യത്തെ ക്രൈം സെക്ഷൻ 66A എന്നാൽ ഇദ്ദേഹം എല്ലാവർക്കും അനാവശ്യ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ ട്രിവാൻഡ്രം സ്റ്റൈലിൽ അഴുക്ക മെസ്സേജ് അയക്കും എന്ന് ഓർത്തോളൂ. എ ഫോർ അഴുക്ക മെസ്സേജ്. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. കമ്പ്യൂട്ടറോ ഫോണോ വഴി അപകീർത്തികരമായിട്ടുള്ള സന്ദേശങ്ങൾ അയക്കലാണ് സെക്ഷൻ 66A അണ്ടറിൽ വന്നത്. എ ഫോർ അഴുക്ക മെസ്സേജ്. അഴുക്ക ചെറുക്കൻ, തന്തയേക്കാൾ മോശം എന്നൊക്കെ പറയൂല്ലേ നമ്മുടെ ശാന്തിയുള്ള പിന്നച്ചൻ. അതേപോലെ 66A അനാവശ്യ മെസ്സേജ്. എന്നിട്ട് അവർ അടുത്ത് കണ്ടെത്തുന്നത് ഇദ്ദേഹത്തിന്റെ അടുത്തൊരു ഹോബിയാണ്. അത് 66B ആണ്. ഇദ്ദേഹം മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടറോ ഫോണോ കൈവശം വയ്ക്കും എന്നോർത്തോളൂ. അത് എവിടെ വയ്ക്കും എന്നാൽ ഇദ്ദേഹത്തിന് ഒരു നിലവറയുണ്ട്. ആ നിലവറയുടെ പേരാണ് ബി നിലവറ. ബി നിലവറയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് ഇദ്ദേഹം പൂഴ്ത്തി വയ്ക്കും എന്നോർത്താൽ മതി. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ഓഡിറ്റ് ഒക്കെ നടത്തിയപ്പോഴത്തേക്കും എ നിലവറ ബി നിലവറ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇദ്ദേഹത്തിനും അതേപോലൊരു നിലവറയുണ്ട്. അതാണ് ഇത്. ഓക്കെ, ഈ നിലവറയിൽ പോയി അദ്ദേഹത്തിന്റെ മോഷണ വസ്തുക്കൾ പൂഴ്ത്തി വെക്കും. നമ്മൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ക്രൈമാണ് നോക്കുന്നത്. അതുകൊണ്ട് ഈ ഇലക്ട്രോണിക് ഡിവൈസ്, കമ്പ്യൂട്ടർ, ഫോൺ പോലുള്ളതാണ് അദ്ദേഹം അവിടെ കൊണ്ടുവന്ന് പൂഴ്ത്തി വയ്ക്കുന്നത് എന്നും ഓർത്തോളൂ. ഓക്കെ, എങ്കിൽ സെക്ഷൻ 66C പറയുന്നത് എന്ത് എന്നാൽ ഈ രീതിയിൽ ഓർത്താൽ മതി. CID. ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് CIDകൾ വന്നു എന്ന് ഓർത്താൽ മതി. CID എന്നാൽ അതിൽ ID മാത്രം എടുക്കാം. ID എന്നാൽ ID തെഫ്റ്റ് അഥവാ ഐഡന്റിറ്റി തെഫ്റ്റ്. ID കാർഡ് എന്നൊക്കെ നമ്മൾ പറയില്ല, ഐഡന്റിറ്റി കാർഡിനാണ് ID കാർഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് C എന്നാൽ CID എന്ന് ഓർത്തോളൂ. അതില് ID വെച്ചിട്ട് ഐഡന്റിറ്റി തെഫ്റ്റ് അഥവാ ഐഡന്റിറ്റി മോഷണം എന്ന് കണക്ട് ചെയ്താൽ മതി. ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള മറ്റൊരു ഹോബി, മറ്റൊരാളുടെ ഐഡന്റിറ്റിയിൽ ഇദ്ദേഹം അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ളവരിൽ നിന്ന് പണം തട്ടിയെടുക്കല്, വേറൊരാളുടെ അപഹരണം എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ വേറൊരാളുടെ ഐഡന്റിറ്റി മോഷ്ടിക്കുന്ന പരിപാടി ഇദ്ദേഹത്തിനുണ്ട്. നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ FBയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ കൂട്ടുകാരുടെ പേര് വെച്ചിട്ട് അതേപോലെ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് നമ്മുടെ അടുത്ത് വന്ന് കാശൊക്കെ ചോദിക്കാറുണ്ടല്ലേ.
അതേപോലത്തെ പരിപാടി. അപ്പൊ അത് എക്സാമ്പിൾ വെച്ചിട്ട് ഓർത്താൽ മതി. അതാണ് സെക്ഷൻ 66 സി എന്നാൽ CID എന്ന് കണക്ട് ചെയ്യണം. എങ്കിൽ സെക്ഷൻ 66 D എന്ത് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ പരിപാടികളൊക്കെ കണ്ടെത്തിയപ്പോഴത്തേക്കും അടുത്ത CID ഇദ്ദേഹത്തെ വിളിച്ചു, ഡാ ചതിയ എന്ന് വിളിച്ചു എന്ന് ഓർത്തോളൂ. ഡാ തടിയ എന്നൊരു സിനിമയൊക്കെ ഇല്ലേ ആഷിഖ് കപൂറിന്റെ, അതേപോലെ ഡാ ചതിയ എന്ന് വിളിച്ചു എന്ന് നിങ്ങൾ കണക്ട് ചെയ്യണം. ആൾമാറാട്ടം നടത്തുക, വഞ്ചിക്കുക എന്നിവയാണ് ഈ സെക്ഷന്റെ അണ്ടറിൽ വരുന്നത്. ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുമ്പോഴത്തേക്ക് എല്ലാരും വിളിക്കൂലേ, ഡാ ചതിയ, നീ ചതിയനാണ് അല്ലേ, ആട്ടിൻതോലിട്ട ചെന്നായി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അടുത്തെന്ത് എന്നാൽ 66 E ആണ്. അതെന്ത് എന്നാൽ മറ്റൊരാളുടെ അനുവാദമില്ലാതെ സ്വകാര്യ ചിത്രങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതാണ് 66 E അണ്ടറിൽ വരുന്നത്. അത് ഈ രീതിയിൽ കണക്ട് ചെയ്യാം. ഈ അപ്പൂപ്പന്റെ മറ്റൊരു ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രിറ്റീസോ ഏതൊരു മനുഷ്യനോ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മനുഷ്യരുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ അനുവാദമില്ലാതെ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാനായിട്ട് പോകും. ഓക്കെ, സെലിബ്രിറ്റീസിന്റെ ഒക്കെ പിന്നാലെ പലരും പോകുന്ന കണ്ടിട്ടില്ലേ, ചോദിക്കാതെ വന്നിട്ട് എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് അവർ വിലക്കും. അതുപോലത്തെ ഹോബിയാണ് ഇദ്ദേഹത്തിനുള്ളത്. 66 എന്നാൽ ഈ പല്ല് വെച്ചോർത്തോളൂ, എന്ന് പറഞ്ഞ് അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കാൻ പോകും. അത് പ്രൈവസി ലംഘനമാണ്, ഒരാളുടെ സ്വകാര്യത ലംഘിക്കുന്ന പരിപാടിയാണ്. നമ്മളിപ്പോ എവിടെയെങ്കിലും പോയിരിക്കുകയാണ്, പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അനുവാദം ഇല്ലാതെ പെട്ടെന്ന് വന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഏത് സിറ്റുവേഷനിലാണെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ചിലപ്പോൾ പറയും, ചേട്ടാ ചെയ്യരുത്, ഇങ്ങനെ ഇരിക്കുകയാണെന്നൊക്കെ പറയുമല്ലോ. അതുപോലെ 66 എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ പോകും എന്ന് വെച്ച് ഓർത്താൽ മതി. എങ്കിൽ 66 F എന്നാൽ സൈബർ ഭീകരവാദമാണ്, അഥവാ സൈബർ ടെററിസം. ഇദ്ദേഹത്തിന്റെ ഇത്രയും പരിപാടി കണ്ടെത്തിയതിനു ശേഷം ഇന്ത്യയിലെ ചാര സംഘടന പറഞ്ഞു, ഇവൻ ഭീകരനാണ്, ആ രീതിയിൽ കണക്ട് ചെയ്യണം. F4 ഭീകരൻ, F4 ഭീകരൻ. അതാണ് കോഡ്. 66 വയസ്സായ അപ്പൂപ്പൻ ഭീകരനാണെന്ന് F പറഞ്ഞു എന്നോർത്തോളൂ. സൈബർ ഭീകരവാദത്തിനെ കുറിച്ചിട്ടാണ് 66 F പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ 66 വരുന്ന സെക്ഷൻസ്. ഞാൻ ഒന്നും കൂടെ പറയാം. 66 എന്നാൽ ഇദ്ദേഹത്തിന്റെ സിസ്റ്റം വന്നിട്ട് ഇന്ത്യൻ ചാര സംഘടന ഹാക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. 66 വയസ്സായ അപ്പൂപ്പന്റെ സിസ്റ്റം ഹാക്ക് ചെയ്തു. സെക്ഷൻ 66 കമ്പ്യൂട്ടർ സിസ്റ്റം ഹാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നൽകുന്ന പണിഷ്മെന്റ് ആണ്. എങ്കിൽ അതേ തുടർന്ന് അവർ കണ്ടെത്തിയ 6 കുറ്റകൃത്യങ്ങളാണ്. 66A എന്നാൽ അഴുക്ക മെസ്സേജ്, അനാവശ്യ മെസ്സേജ് അയച്ചു. 66B എന്നാൽ B നിലവറയില് മോഷണ വസ്തുക്കൾ സൂക്ഷിച്ചു. 66C CID എത്തും. അതിലെ ID എന്നാൽ ഐഡന്റിറ്റി മോഷണമാണ്. 66D എന്നാൽ അവർ വിളിച്ചു ഡാ ചതിയ എന്ന്. ആൾമാറാട്ടം നടത്തുക, ചീറ്റിംഗ് ചെയ്യുക, ചതി, വഞ്ചന എന്നുൾപ്പെടെയുള്ളത് ഉണ്ട്. 66E എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എന്ന് പറഞ്ഞ് സെൽഫി എടുക്കുമ്പോൾ പ്രൈവസി നഷ്ടപ്പെടും. മറ്റൊരാളുടെ അനുവാദമില്ലാതെ അവരുടെ സ്വകാര്യത ലംഘിക്കൽ, പ്രൈവസി ലംഘിക്കലല്ല ഇതിലാണ് വരുന്നത്. എങ്കിൽ 66 F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവർ പറയും F4 ഭീകരൻ, ഈ 66 വയസ്സുള്ള മനുഷ്യൻ ഭീകരനാണ്, F4 ഭീകരൻ. ഈ രീതിയിൽ കണക്ട് ചെയ്യും. എങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. എങ്കിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് സെക്ഷൻ 65 ആണ്. അത് ഈ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. നമ്മൾ അദ്ദേഹം 66-ാമത്തെ വയസ്സിൽ ചെയ്ത ക്രിമിനൽ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എങ്കിൽ അദ്ദേഹം ഈ പരിപാടി 66-ലാണോ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അതിനും 1 വർഷം മുന്നേ 65-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം ചെറിയ ചെറിയ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്ത് തുടങ്ങി. ഓക്കെ, അത് നമുക്ക് ഈ രീതിയിൽ ഓർക്കാം. 65 എന്നാൽ 6-5 എന്നല്ലേ, അത് വെച്ചിട്ട് 6-5 എന്നാൽ റാഞ്ചൽ എന്നൊക്കെ പറയുന്ന പോലെ 65-ൽ റാഞ്ചലായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി, അഥവാ മോഷണം. 65-ൽ റാഞ്ചി റിസോഴ്സും ഡോക്യുമെന്റ്സും എന്ന് ഓർത്തോളൂ. എന്തിന്റെ റിസോഴ്സും ഡോക്യുമെന്റ്സും? കമ്പ്യൂട്ടറിന്റെ റിസോഴ്സും ഡോക്യുമെന്റ്സും. 65-ൽ റാഞ്ചി. അപ്പൊ ഈ പ്രോസസ്സിൽ പഠിക്കുക. 65-ൽ റാഞ്ചി റിസോഴ്സും ഡോക്യുമെന്റ്സും. ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ആൻഡ് ഡോക്യുമെന്റ്സ്. അതുമായി ബന്ധപ്പെട്ട് നൽകുന്ന ശിക്ഷയാണ് സെക്ഷൻ 65. 65-ൽ റാഞ്ചി റിസോഴ്സും ഡോക്യുമെന്റ്സും. ഓക്കെ അല്ലേ? എങ്കിൽ ഇനി നോക്കേണ്ടത് സെക്ഷൻ 67 ആണ്. 67-ൽ സെക്സിനോട് 1 ആർത്തി എന്നോർത്തോളൂ. അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. 67-ന്റെ അണ്ടറിൽ വരുന്നത് 67, 67A, 67B എന്നാണ്. ഇത് മൂന്നും സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈമുകളാണ്. അപ്പൊ ഈ രീതിയിൽ കണക്ട് ചെയ്യാം. 67 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 6ഉം 7ഉമാണ് ഉള്ളത്. 6 എന്നാൽ സെക്സ് എന്നോർത്തോളൂ. 7-ൽ ഒരു 1 ഉണ്ടല്ലോ. സെക്സിനോട് 1 ആർത്തി. ആ രീതിയിൽ കണക്ട് ചെയ്യണം. 67 എന്ന് പറഞ്ഞാൽ 6 സെക്സ്, 7-ൽ 7
1 എന്ന് ഓർത്തോളൂ. 67ൽ സെക്സിനോട് 1 ഇത് പ്രകാരം ഈ സെക്ഷനെ 3 തിരിച്ചിട്ടുണ്ട്. അതിൽ 67 എന്ത് എന്നാൽ അശ്ലീല വിവരങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കലാണ്. പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സീൻ മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം. ഒരാളെ മോശമാക്കുന്നതോ ലൈംഗിക ചുവയുള്ളതോ ആയ ചിത്രങ്ങൾ നിങ്ങൾ ഏതൊരു ഇലക്ട്രിക് ഫോം വഴിയും പ്രസിദ്ധീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷയുണ്ട്. അതാണ് സെക്ഷൻ 67ൽ പറയുന്നത്. എങ്കിൽ ഇതിന്റെ കാഠിന്യത്തിനനുസരിച്ച് ഇതിനെ 2 തിരിച്ചിട്ടുണ്ട് എന്നും ഓർത്തോളൂ. അതിൽ ആദ്യത്തേത് 67A. എ എന്നാൽ അഡൽട്ട് കണ്ടന്റ് എന്ന് ഓർത്തോളൂ. മറ്റേ റൗണ്ടുള്ള എ ഓർത്താൽ മതി. എ എന്നാൽ അഡൽട്ട് പോണോഗ്രാഫി. ഒരു അഡൽട്ടിന്റെ പോണോഗ്രാഫി നിങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ്. വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഇമേജ് ആണെന്നുണ്ടെങ്കിലും അല്ല എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഒരു അഡൽട്ടിന്റെ പോണോഗ്രാഫി നിങ്ങൾ ഇലക്ട്രോണിക് ഡിവൈസ് വഴി ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ട്. അതാണ് 67A. എ എന്നാൽ അഡൽട്ട് പോണോഗ്രാഫി. എങ്കിൽ 67B എന്നാൽ കുറച്ചും കൂടെ ഭീകരമായിട്ടുള്ള ക്രൈമാണ്. ബി എന്നാൽ ബേബി എന്നോർത്തോളൂ. ബേബിയുമായി ബന്ധപ്പെട്ട പോണോഗ്രാഫി. ബേബി എന്നാൽ ചൈൽഡ് അല്ലേ? ചൈൽഡ് പോണോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് നൽകുന്ന ശിക്ഷയാണ് 67B. ഒരു ചൈൽഡിനെ ദുരുപയോഗം ചെയ്ത് അവരുടെ പോണോഗ്രാഫി ഇലക്ട്രോണിക് ഡിവൈസ് വഴി പ്രസിദ്ധീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നൽകുന്ന ശിക്ഷയാണ് 67B എന്നാൽ ബേബി പോണോഗ്രാഫി. ആ രീതിയിൽ കണക്ട് ചെയ്യണം. അപ്പൊ 67 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ അശ്ലീല ചുവയുള്ള ചിത്രങ്ങൾ ഇലക്ട്രോണിക് ഡിവൈസ് വഴി പ്രസിദ്ധീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശിക്ഷയുണ്ട്. അത് പ്രകാരം 2 തിരിച്ചു. അതിൽ 67A എന്നാൽ അഡൽട്ട് പോണോഗ്രാഫി, ബി എന്നാൽ ബേബി അഥവാ ചൈൽഡ് പോണോഗ്രാഫി എന്നാണ് പറഞ്ഞത്. കണക്ട് ചെയ്യാമല്ലോ. അപ്പൊ ഇത് കഴിഞ്ഞ് 68 വരുന്നപ്പോഴത്തേക്കും 68ൽ ചട്ടലംഘനത്തിന് കേസെടുത്തു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അപ്പൊ വിചാരണയൊക്കെ കഴിഞ്ഞ് 68 ആയപ്പോ അദ്ദേഹത്തിനെതിരെ 68ൽ ചട്ടലംഘനം. ആ രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക. ഇത് വേറൊന്നുമല്ല, ചട്ടലംഘനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാതിരിക്കുക എന്ന് കണക്ട് ചെയ്താൽ മതി. ഈ സൈബറുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ റൂൾസ് കാണും, അല്ല എന്നുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള അതോറിറ്റിയുടെ റൂൾസ് കാണും. ഫോർ എക്സാമ്പിൾ ഒന്നുമില്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ വാട്സപ്പോ എല്ലാത്തിനും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും, അഥവാ പ്രൈവസി പോളിസി ഉണ്ടാകും. ഇത് നമ്മൾ ലംഘിച്ചു കഴിഞ്ഞാൽ, ലംഘിക്കുന്നത് ഏത് തോതിനാണ് എന്ന് നോക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണിഷ്മെന്റ് ഉണ്ടാവും. ചെറിയ ചെറിയ ഇതാണ് എന്നുണ്ടെങ്കിൽ ബാൻ കിട്ടും അല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ ഈ കോപ്പിറൈറ്റിന്റെ ഇതൊക്കെ വരുമ്പോഴത്തേക്കും ബാൻ കിട്ടും, അല്ലെങ്കിൽ വീഡിയോ തൂക്കും. എന്നാൽ വലിയ വലിയ പണിഷ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അതോറിറ്റീസ് ഇടപെടും എന്നും ഓർത്തോളൂ. അപ്പൊ 68ൽ ചട്ടലംഘനം, അത് ഗവൺമെന്റിന്റെ ആണെന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട അതോറിറ്റിയുടേതാണെന്നുണ്ടെങ്കിലും അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഈ ഇലക്ട്രോണിക് ഡിവൈസുമായി ബന്ധപ്പെട്ട ആപ്പുകൾക്കും എല്ലാം വന്നിട്ട് ചട്ടമുണ്ട്. അപ്പൊ 68ൽ ചട്ടലംഘനം ആ രീതിയിൽ വേണം കണക്ട് ചെയ്യാൻ. എങ്കിൽ 69 നമുക്ക് ഈ രീതിയിൽ ഓർക്കാം. 2 വ്യക്തികൾ തമ്മിലുള്ള ചാറ്റിന്റെ ഡേറ്റ ചോർത്തി, എന്നിട്ട് അവർ യൂസ് ചെയ്യുന്ന ആപ്പും വന്നിട്ട് ഗവൺമെന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നോർത്തോളൂ. ആ 2 വ്യക്തികൾ ആര് എന്ന് ചോദിച്ചാൽ അതില് ഈ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. അറുമുഖനും നയൻതാരയും. ഇവർ തമ്മിലുള്ള ചാറ്റാണ് വന്നിട്ട് ഡേറ്റ ചോർത്തിയെന്ന് ഓർത്താൽ മതി. അറുമുഖൻ എന്നാൽ 6, നയൻതാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 അല്ലേ. അപ്പൊ 6, 9 അതാണ് അറുമുഖനും നയൻതാരയും തമ്മിലുള്ള ഡാറ്റ ചോർത്തി. ഗവൺമെന്റിന് സംശയമുണ്ട്, കാരണം ഇവര് ഇല്ലീഗൽ ആയിട്ടുള്ള എന്തോ ഇങ്ങനെ ഓർത്താൽ മതി, വസ്തു കച്ചവടം അല്ല എന്നുണ്ടെങ്കിൽ ഇല്ലീഗലായിട്ട് പണം സമ്പാദിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചാറ്റിലൂടെ പറഞ്ഞു എന്ന് ഗവൺമെന്റിന് ഒരു സംശയം. അപ്പൊ ഗവൺമെന്റ് വന്ന് ഡാറ്റ ചോർത്തും. നമ്മൾക്ക് മെസ്സേജ് ഒക്കെ അയക്കുമ്പോഴത്തേക്കും എൻഡ് ടു എൻസ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമല്ലേ, അത് വേറൊന്നുമല്ല, നമ്മളും അയക്കുന്ന ആളും മാത്രമേ ഇത് കാണുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, ഗവൺമെന്റിന് സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ആപ്പിന്റെ ഓണറിലൂടെ അവരുടെ ഡേറ്റ വന്നിട്ട് ഏതൊരു വ്യക്തിയുടെയും ഡേറ്റ എടുക്കാനായി കഴിയും. അപ്പൊ അത് പ്രകാരമാണ് 69ൽ ഡാറ്റ ചോർത്തലാണ്. അറുമുഖനും നയൻതാരയും. 6 എന്നാൽ 6 തന്നെയാണ്, 9 എന്നാൽ 9, 69. എന്നിട്ട് അടുത്ത ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന് ബോധ്യമായി ഇവരയച്ച ആപ്പും എല്ലാം ഇല്ലീഗലാണ്. അപ്പൊ 69ൽ എയിൽ വന്നിട്ട് ഈ ആപ്പും വെബ്സൈറ്റും തന്നെ അങ്ങ് നിരോധിച്ചു. ഇനി ഇങ്ങനെ ഒരുത്തനും വന്നിട്ട് ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടത്തരുത് എന്നും ഓർത്താൽ മതി. അപ്പൊ ഈ 69 എന്നാൽ 6, 9 അറുമുഖനും നയൻതാരയും വെച്ച് ഓർത്തോളൂ. സിനിമാ നടി നയൻതാര അല്ല കേട്ടോ. ഓക്കെ, അപ്പൊ 69A അവർ യൂസ് ചെയ്ത വെബ്സൈറ്റും ആപ്പും തന്നെ നിരോധിച്ചു. ഇന്ത്യയിൽ ടിക്ടോക്കും പബ്ജിയൊക്കെ ബാൻ ചെയ്തില്ലേ, അതുപോലെയൊന്നും ഓർത്താൽ മതി. ഇനി 70ലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു രീതിയിൽ വേണം കണക്ട് ചെയ്യാൻ. 70 വയസ്സാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് സപ്തതിയിലോട്ട് എത്തുമല്ലേ. സീനിയർ സിറ്റിസണും കഴിഞ്ഞ് 10 വർഷം കൂടെ കഴിഞ്ഞ് സപ്തതിയായി. അപ്പോ അദ്ദേഹത്തിന് ഒരു പഴയ ക്രിമിനൽ അമ്മാവനല്ല, ഇത് വേറെ അമ്മാവൻ. 70 വയസ്സായ അമ്മാവന്മാർക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകണം.
അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. രാജ്യത്തിന്റെ സുരക്ഷ, സാമ്പത്തികം, പൊതുജനാരോഗ്യം എന്നിവയെ ബാധിക്കുന്ന അതീവ പ്രാധാന്യമുള്ള ഏതെങ്കിലും കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടർ സിസ്റ്റത്തെയോ നെറ്റ്വർക്കിനെയോ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് സെക്ഷൻ 70 പറയുന്നത്. ഇതിനെ ആരെങ്കിലും വന്നിട്ട് ഹാക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പണിഷ്മെന്റ് കിട്ടും. അപ്പൊ പ്രൊട്ടക്റ്റഡ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആക്ട് ആണ് സെക്ഷൻ 70. അപ്പൊ ഈ രീതിയിൽ ഓർത്താൽ മതി. 70 വയസ്സായ അപ്പൂപ്പന്മാർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും സംരക്ഷണം നൽകണം. പൊതുജനാരോഗ്യം അതൊക്കെ വരില്ലേ, അവരുടെ സാമ്പത്തികം, പിന്നെ രാജ്യത്തിന്റെ സുരക്ഷ, ഇതെല്ലാം സൂക്ഷിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. അത് ഹാക്ക് ചെയ്യാതിരിക്കാൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് പ്രൊട്ടക്റ്റഡ് സിസ്റ്റം 17 സപ്തതി എന്ന് ഓർത്താൽ മതി. എങ്കിൽ സെക്ഷൻ 73 ഈ രീതിയിൽ കണക്ട് ചെയ്യണം. 73ൽ 7ഉം 3യുമാണുള്ളത്. അതിൽ 7 എന്നാൽ സൈനും എന്നും 3 എന്നാൽ കൃത്രിമം എന്നും ഓർത്തോളൂ. കൃത്രിമത്തിൽ ഒരു 3 ഉണ്ടല്ലോ, അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യാം. ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ച് സൈനിൽ കൃത്രിമം കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട ശിക്ഷയാണ് സെക്ഷൻ 73. വ്യാജമായ ഇലക്ട്രോണിക് സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് പ്രസിദ്ധീകരിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് നൽകുന്ന പണിഷ്മെന്റ് ആണ് സെക്ഷൻ 73. സൈനിൽ കൃത്രിമം കാണിച്ചു, സൈൻ എന്നാൽ 7, കൃത്രിമം എന്നാൽ 3 എന്നും ഓർത്തോളൂ. എങ്കിൽ ഇതിൽ മറ്റൊരു സെക്ഷനും കൂടെയാണ് സെക്ഷൻ 71 എന്നും ഓർത്തോളൂ. 71 എന്നാൽ 7 എന്നാൽ സർട്ടിഫിക്കറ്റ്, 1 എന്നാൽ നമ്പർ 1 സർട്ടിഫിക്കറ്റ് നൽകാം എന്ന് പറഞ്ഞ് പറ്റിക്കുന്ന പരിപാടിയാണ് 71. അല്ലെ 7 സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ സിയിലാണ് തുടങ്ങുന്നത്. നമ്മൾ മലയാളം വെച്ച് കണക്ട് ചെയ്താൽ മതി. 7 എന്നാൽ സർട്ടിഫിക്കറ്റ്, 1 എന്നാൽ നമ്പർ 1. സർട്ടിഫിക്കറ്റ് നമ്പർ 1 ആണ്, നിങ്ങൾ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് പറ്റിക്കും. അങ്ങനെ ഈ കൃത്രിമ ഡേറ്റയും വ്യാജ സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകുന്ന ആൾക്കാർക്ക് വന്നിട്ട് നൽകുന്ന പണിഷ്മെന്റ് ആണ് സെക്ഷൻ 71. എങ്കിൽ 73 7 സൈനാണ്, 3 എന്നാൽ കൃത്രിമം, സൈനിൽ കൃത്രിമം കാണിക്കുന്നവർക്ക് നൽകുന്ന പണിഷ്മെന്റ് ആണ് എന്നോർത്തോളൂ. എങ്കിൽ സെക്ഷൻ 43 എന്ത് എന്നാൽ കമ്പ്യൂട്ടർ സിസ്റ്റം എന്നിവയ്ക്ക് വരുത്തുന്ന നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ഉണ്ട്. അത് ഏതൊക്കെ രീതിയിലുള്ള നാശനഷ്ടമാണ് എന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സെക്ഷൻ 43. അതില് ഹാക്കിംഗ് വരും, വൈറസ് കടത്തിവിട്ട് സിസ്റ്റത്തിനെ നശിപ്പിക്കുന്നത്, ഇതെല്ലാം സെക്ഷൻ 43യിൽ വരും. ഇത് സെക്ഷൻ 66ന്റെ മകനാണ് എന്നും ഓർത്തോളൂ. 66ല് അപ്പൂപ്പന്റെ സിസ്റ്റം ഹാക്ക് ചെയ്തു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഹാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം എന്നാണ് പറഞ്ഞത്. എങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സെക്ഷൻ 43. ഹാക്ക് ചെയ്യുക, വൈറസ് കടത്തിവിട്ട് കമ്പ്യൂട്ടർ നശിപ്പിക്കുക, അങ്ങനെ ഏത് രീതിയിലും കമ്പ്യൂട്ടർ സിസ്റ്റത്തെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 43. കമ്പ്യൂട്ടർ സിസ്റ്റം എന്നിവയ്ക്ക് വരുത്തുന്ന നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരമാണ് സെക്ഷൻ 43. 66ൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ അമ്മാവന്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തു എന്നാണ്. എങ്കിൽ 43യും പറയുന്നതാണ് ഒരു സിസ്റ്റത്തിനെ ഹാക്ക് ചെയ്യുക, വൈറസ് കടത്തി വിടുക, അല്ലെങ്കിൽ മാൽവെയർ കടത്തി വിടുക, അങ്ങനെ ഏതൊരു രീതിയിലും നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ പെനാൽറ്റി ആണ് നൽകുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സെക്ഷൻ 43 കേട്ടോ. അപ്പോ 43 എന്ന് പറഞ്ഞാൽ 66 വയസ്സായ ക്രിമിനൽ അമ്മാവന്റെ മകനാണ് എന്നും ഓർത്തോളൂ. രണ്ടിലും പറയുന്നത് ഒരേ കാര്യങ്ങൾ തന്നെ. 43ൽ അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു, 66ൽ അതുമായി ബന്ധപ്പെട്ട് നൽകുന്ന പണിഷ്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. 66 വയസ്സുള്ള ക്രിമിനൽ അപ്പൂപ്പന് 4 മക്കളുണ്ട്, അവര് 3 കമ്പ്യൂട്ടർ നശിപ്പിച്ചു. അതാണ് സെക്ഷൻ 43. അങ്ങനെ വേണം കണക്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് സെക്ഷൻസ് ഇത്രയാണ് നമുക്ക് നോക്കേണ്ടത്. എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന ജയിൽ ശിക്ഷ, പിഴ എന്തൊക്കെയാണെന്നാണ് നമുക്ക് അടുത്ത് കണക്ട് ചെയ്ത് പഠിക്കേണ്ടത്. ഈ 65 മുതൽ 66 വരെ ഒരേ ഓർഡറില്ലേ, 65, 66, 66A, 66B, 66C, 66D, 66E, ഇതിനെല്ലാം 3 വർഷം തടവാണ് എന്ന് ഒറ്റ ഓർഡറിൽ പഠിച്ചു വെക്കുക. എങ്കിൽ 66F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരവാദം എന്നാണ് പറഞ്ഞത്. അതിന് വന്നിട്ട് ഫുള്ളാണ്, ജീവിതകാലം ഫുള്ള്. F4 ഫുള്ള് എന്നോർത്തോളൂ. ജീവപര്യന്തമാണ് ശിക്ഷ എന്നും ഓർത്തോളൂ. എങ്കിൽ ഇതിന് വരുന്ന പിഴ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65നും 66നും 2 ലക്ഷവും 5 ലക്ഷവും. ഈ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. 65, 66, 5ന്റെ സ്ക്വയറായി 25 എന്ന് ഓർത്തിട്ട് 65ല് 2ഉം 66ല് 5 ലക്ഷം. എങ്കിൽ 66A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇല്ല, 2015 കൂടി ഈ സെക്ഷൻ തൂക്കി എന്നും ഓർത്തോളൂ. എങ്കിൽ നമുക്ക് ഈ രീതിയിൽ കണക്ട് ചെയ്യാം. 66Aക്കും പിന്നെ 66ലെ ഏറ്റവും ലാസ്റ്റുള്ള F ഉണ്ടല്ലോ, ഇതിന് രണ്ടിനും വന്നിട്ട് പിഴയില്ല, ശിക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. A എന്നാൽ ഇപ്പൊ നിലവിലില്ല കേട്ടോ. എങ്കിൽ അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്കുള്ള B, C, D, E എന്നിവയ്ക്ക് 1 ലക്ഷം 1 ലക്ഷം 1 ലക്ഷം, പിന്നെ ഇക്ക് ആണെങ്കിൽ 2 ലക്ഷമാണ് എന്നും ഓർത്തോളൂ. അപ്പൊ 3 1 ഒരു 2 ഉണ്ട്. B മുതൽ E വരെ ആ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കണം. E എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രൈവസി ലംഘിക്കുകയാണ്. അതിന് 2 ലക്ഷം രൂപയാണ് പിഴ എന്നും ഓർത്തോളൂ.
എങ്കിൽ 67 മുതൽ ബാക്കി നമ്മൾ നോക്കിയ സെക്ഷന്റെ പിഴയും ജയിൽ ശിക്ഷയും കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഇത് വലിയ ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. 67, 67A, 67B എന്നിവയ്ക്ക് നൽകുന്ന ജയിൽ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 67നാണെങ്കിൽ 3 to 5 വർഷമാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒറ്റ സംഖ്യ 3 മുതൽ 5 വർഷം വരെ ലഭിക്കും. എങ്കിൽ പിഴയാണെന്നുണ്ടെങ്കിൽ 5 മുതൽ 10 വർഷം വരെ ലഭിക്കും എന്നോർത്തോളൂ. 5ഉം 5ന്റെ ഇരട്ടിയായിട്ടുള്ള 10 വർഷം. എങ്കിൽ 67Aയും Bയും കുറച്ചും കൂടെ വലിയ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ 5 മുതൽ 7 വർഷം വരെയാണ് 67Aക്കും Bക്കും പിഴ ലഭിക്കുന്നത്, ജയിൽ ശിക്ഷ ലഭിക്കുന്നത്. പിഴയാണെന്നുണ്ടെങ്കിലും അതുപോലെ രണ്ടിനും സെയിം തന്നെയാണ്, 10 ലക്ഷം 10 ലക്ഷം. അപ്പൊ 67Aക്കും Bക്കും വന്നിട്ട് ജയിൽ ശിക്ഷയും വന്നിട്ട് തുല്യമാണ് 5 മുതൽ 7 വർഷം വരെ. എങ്കിൽ പിഴയും വന്നിട്ട് രണ്ടിനും തുല്യമാണ് 10 ലക്ഷം രൂപ വീതം എന്നോർത്തോളൂ. എങ്കിൽ 68നാണെന്നുണ്ടെങ്കിൽ 2 വർഷമാണ് ജയിൽ ശിക്ഷ. ചട്ടം ലംഘിച്ചാൽ ഇരട്ട ജയിൽ ശിക്ഷ എന്നോർത്താൽ മതി. എങ്കിൽ പിഴ 1 ലക്ഷമാണ്. എങ്കിൽ ഇനി നോക്കേണ്ടത് 70ന് സെക്ഷൻ 70ന് ജയിൽ ശിക്ഷ എത്രയെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 10 വർഷമാണ്. 70ന്റെ 7-1 10, 70ന്റെ 7-1 10 വർഷമാണ്. എങ്കിൽ സെക്ഷൻ 69നാണെന്നുണ്ടെങ്കിൽ അതിനും 7 വർഷമാണ് എന്ന് ഓർത്തോളൂ. എങ്കിൽ സെക്ഷൻ 73ക്ക് 2 വർഷം ജയിൽ ശിക്ഷയും 1 ലക്ഷം രൂപയാണ് പിഴ എന്നും ഓർത്തോളൂ. എങ്കിൽ സെക്ഷൻ 43 ഏതൊരു രീതിയിലും സിസ്റ്റം നശിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കാഠിന്യത്തിനനുസരിച്ച് 1 കോടി രൂപ വരെ മാക്സിമം പിഴ നൽകേണ്ടി വരും എന്ന് ഓർത്തോളൂ. നമ്മൾ പറഞ്ഞു വൈറസ്, മാൽവെയർ, പിന്നെ വന്നിട്ട് ഏതൊരു രീതിയിലാണെന്നുണ്ടെങ്കിലും ഒരു സിസ്റ്റത്തിനെ നശിപ്പിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഹാക്ക് ചെയ്യുക, ഇതിനൊക്കെ അതിന്റെ കാഠിന്യത്തിനനുസരിച്ച് 1 കോടി രൂപ വരെ പിഴ നൽകേണ്ടി വരും എന്നും ഓർത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസ്സിന്റെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ അവിടെ ചോദിച്ചാൽ മതി. നമ്മളിപ്പോ കമ്പ്യൂട്ടർ നോളജുമായിട്ട് ബന്ധപ്പെട്ട സീരീസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ വന്നിട്ട് നമ്മൾ നോക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീബോർഡിന്റെ ഷോർട്ട് കട്ട് കീസ് ആണ്. ആ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടോളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദിസ് ഇസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.